വി ജയരാജ്, ഇഡിയുടെ അന്വേഷണം നിസ്സാരമല്ല. 2 തവണയാണ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. SFIയുടെ റിപ്പോർട്ട് താങ്കളും വായിച്ചു നോക്കിയിട്ടുള്ളതാണല്ലോ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, സേവനം നൽകിയതിന് ഒരു തെളിവുമില്ല, തെളിവ് ഹാജരാക്കാൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല, CMRLന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2.78 കോടി രൂപ കൈപ്പറ്റിയത് നിയമവിരുദ്ധമായിരുന്നുവെന്ന് കമ്പനി ആക്ട് അനുസരിച്ച് കേസും എടുത്തിട്ടുള്ളതാണ് SFIO. അതിന് പുറമെയാണ് 50 ലക്ഷം രൂപ കർത്തയുടെ കമ്പനിയിൽ നിന്ന്, ശശിധരൻ കർത്തയുടെ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് വീണ വിജയന് വായ്പയായിട്ട് നൽകിയത്. അതിൻ്റെ തിരിച്ചടവ് വന്നതാകട്ടെ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കിട്ടിയ 71 ലക്ഷം രൂപയിൽ 50 ലക്ഷം രൂപ ഇതേ വായ്പയുടെ തിരിച്ചടവിനായിട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചടയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ടോ എന്നതാണല്ലോ ED അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്തത് നിസ്സാരക്കാരിയല്ല, മുൻ മുഖ്യമന്ത്രിയുടെ മകളെയാണ്. അപ്പോൾ CPM ഇപ്പോൾ തന്ത്രം മാറ്റിയതുപോലെ തോന്നുന്നുണ്ട്. ആദ്യം ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്, EDക്കെതിരെ കല്ലെറിഞ്ഞത്. ഇപ്പോൾ CPM അതിൽ നിന്ന് പിന്മാറിയതോടുകൂടി എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണല്ലോ. കൂടുതൽ EDയുടെ റഡാർ കൂടുതൽ വിപുലീകരിക്കുകയാണ് അവർ. ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം നോക്കേണ്ടത്, കുറച്ച് നാളുകളായിട്ട് ED ഈ സംസ്ഥാനത്തിന് മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള റെയ്ഡുകളും കാര്യങ്ങളും എല്ലാം, അതായത് BJP അല്ലാതെ ഭരിക്കുന്ന, മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കാറുണ്ട്. ഈ VD സതീശൻ അധികാരമേറ്റതിന് ശേഷം ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാൻ താമസം, അതിന് ആഡംബര പണികൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം, അല്ലെങ്കിൽ പത്രഭാഷയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം 2 മാസം എടുത്തു. ആ 2 മാസത്തോളം ഒരു വാടക വീട്ടിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ താമസിച്ചിരുന്നത്. ആ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, അപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, അപ്പോൾ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, ഈ വാർത്തയ്ക്ക് ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അങ്ങനെ നാഷണൽ ചാനലുകളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ ടാർണിഷ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ED സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഇനി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ തവണ ചോദ്യം ചെയ്യൽ നടത്തി, അതിനുശേഷം ഒരു ദിവസം മുഴുവൻ ലോക്കറിൽ നിന്ന്, ബാങ്ക് ലോക്കറിൽ നിന്ന്, HDFC ബാങ്ക് ലോക്കറിൽ നിന്ന്, ആയുർവേദ കോളേജിനടുത്തുള്ള ബാങ്ക് ലോക്കറിൽ നിന്ന് സാധനങ്ങൾ കണ്ടിട്ടിരുന്ന പരിപാടിയായിരുന്നു. അതിനുശേഷം താൻ്റെ വീണ്ടും ഒരു തവണയും കൂടെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു. ഇപ്പോൾ പറയുന്നു ഇതിൻ്റെ കുന്തമന് നീണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഈ EDയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസാണെങ്കിൽ ശരി തന്നെ, കാർത്തി ചിദംബരത്തിൻ്റെ കേസാണെങ്കിൽ ശരി തന്നെ, ചിദംബരത്തിൻ്റെ കേസാണെങ്കിൽ ശരി തന്നെ, DK ശിവകുമാറിൻ്റെ കേസാണെങ്കിൽ ശരി തന്നെ, എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കേസാണെങ്കിൽ തന്നെ പല കേസുകളിൽ കുരുക്കിയിട്ടിട്ട് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, സക്സസ് റേറ്റ് എങ്ങനെയാണ്, ഈ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് വളരെ തുച്ഛമാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അക്യൂസിഷൻസ് കൊണ്ട് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ ടാർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജ് ടാർണിഷ് ചെയ്യുക എന്നുള്ളൊരു ഗൂഢ ഉദ്ദേശമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം ഏജൻസികൾ വലിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് മണി ലോണ്ടറി എന്നൊക്കെ പറയുമ്പോൾ, മണി ലോണ്ടറി എന്ന് പറയുന്നത് എത്രയും ഹ്യൂജ് എമൗണ്ടിൻ്റെയാണ് മണി ട്രാൻസാക്ഷൻസ് എന്ന് അറിയാമോ? മണി ലോണ്ടറി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, ലോകം മുഴുവൻ മണി ലോണ്ടറി ചെയ്യുന്ന ബാങ്കുകളുള്ള, അമേരിക്കൻ ബാങ്കുകളുള്ള ഒരു സ്ഥലത്ത് 12 വർഷത്തോളം ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ മണി ലോണ്ടറി എന്താണെന്ന് അവിടുത്തെ ഒരു സാധാരണ കുഞ്ഞിന് വരെ അറിയാം, എങ്ങനെയാണ് മണി ലോണ്ടറി. അതിനകത്ത് എത്ര, അതായത് താങ്കൾ പോയത് 2.78 കോടി എന്നൊരു നിസ്സാര തുകയാണ്. അതുകൊണ്ട് അത് മണി ലോണ്ടറിങ്ങിന്റെ പരിധിയിൽ വരുന്നതല്ല, അത് നാണക്കേടാണ്. അത്രയും കുറഞ്ഞ തുകയുടെ കാര്യം ഈ മണി ലോണ്ടറിങ്ങിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന രീതിയിലാണ് താങ്കൾ സംസാരിക്കുന്നത്. ഇതിപ്പോൾ കാര്യങ്ങൾ വ്യക്തത ഇതുവരെ വന്നിട്ടുള്ളത് ഒരു സേവനവും നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയത് എന്നുള്ളതാണ്. അതിന് പുറമെയാണ് വായ്പയായിട്ടും തുക കൈപ്പറ്റിയത്. പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഇടപാടുകൾ നടന്നത് എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ആ സമയത്തായിരുന്നു ഈ വായ്പ കിട്ടിയത്. പിന്നെ ഈ വായ്പാ തിരിച്ചടവ് ഈ കരാറിൽ നിന്ന്, CMRLും എക്സാലോജിക്കും വീണ വിജയനും തമ്മിലുണ്ടാക്കിയ ആ കരാറിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം, അതാണ് ഈ വായ്പാ തിരിച്ചടവിലേക്ക് വന്നത്. അതുവരെ ഒരു തുക പോലും തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നില്ല കർത്തയുടെ ഫിനാൻസ് കമ്പനിയിലേക്ക്. അപ്പോൾ ഇതെല്ലാം കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് താങ്കൾ തന്നെ പറയുകയുണ്ടായി, ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ, പിണറായി വിജയനിലേക്കും അന്വേഷണം നീളും, EDയുടെ റഡാറിലേക്ക് പിണറായിയും വരുമെന്ന്. കാരണം അന്ന് കേരളം ഭരിച്ചിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ രീതിയിലുള്ള നിയമവിരുദ്ധമായ കരാറിലൂടെ ഇത്രയും പണം സമ്പാദിച്ചത്. അത് ചെറിയ തുകയായതുകൊണ്ട് ഇത് മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിൽ വരുമെന്നൊക്കെ താങ്കൾ ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെയൊക്കെ എന്താണെന്ന്.
ചെറിയ തുകയുടെ അല്ല. മണി ലോണ്ടറി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് വോളിയം ഓഫ് എമൗണ്ട് ഓഫ് മണിയാണ്. അതിനകത്ത് സാധാരണഗതിയിൽ മണി ലോണ്ടറി കേസ് ഏതാണ് ഈ ഇത്തരത്തിലുള്ള ഏജൻസികൾ അന്വേഷിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് മണി ലോണ്ടറിയുടെ ഒരു പരിധിയിൽ പോലും വരുന്നതല്ല. ഇത്രയൊരു എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ടിൻ്റെ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള രീതിയിലൊക്കെ ഇത്രയും ചെറിയ എമൗണ്ടിനകത്ത് കേസ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഹ്യൂജ് കോർപ്പറേറ്റുകൾ തമ്മിലുള്ള ടേക്ക് ഓവറുകൾ വരുമ്പോഴത്തേക്കും അതിനകത്ത് കട്ട് സൈസിങ് വരുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ ഈ പറഞ്ഞ കണക്കോലെ അവർക്കുള്ള കിക്ക് ബാക്സ് കൊണ്ടുവന്നിട്ട് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം ഷെൽ കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിലാണ് നമ്മൾ മണി ലോണ്ടറി എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണഗതിയിലുള്ള ക്രയവിക്രയങ്ങൾ മാത്രമായിട്ട് ഇതിനെ ചുരുക്കി കാണുന്നതാവും കുറച്ചുകൂടെ ഭംഗി. കാരണം അങ്ങനെയാണോ താങ്കൾ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്? ഹൈക്കോടതി എന്തായാലും ഇ ഡി അന്വേഷണം തടയാതെ നൽകിയ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഇടപാടിനെ പറ്റി അന്വേഷിക്കാം എന്നുള്ളതാണ്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഇ ഡിക്ക് കുറച്ച് തടസ്സമുണ്ട്, ഈ അറസ്റ്റിലേക്ക് പോകുവാൻ അവിടെയുണ്ട്. പക്ഷേ ഈ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാം. ഞാൻ ഹരിദാസിലേക്ക് വരാം. എന്താണ് ജയരാജ്? ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് സെലക്റ്റീവ് ലീക്കേജ് ഇ ഡിയുടെ കേസുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഒരു തുമ്പോ തുണ്ടോ കിട്ടിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പത്രങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കെല്ലാം വാർത്തയായേനെ. ഇപ്പോൾ HDFC ബാങ്ക് പരിശോധനയിലോ വീണ വിജയൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് മുമ്പ് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ സെലക്റ്റീവായിട്ട് ലീക്കേജ് കൊടുക്കാറുണ്ട്. ഇന്ന സാധനങ്ങൾ SFIയുടെ സാധനത്തിലാണെങ്കിലും നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് അത്ര റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ ഒരു ലീക്കേജ് പോലും വരാത്തതെന്നാണ് എൻ്റെ ഒരു ടേക്ക്.